Hello, my dear students. എല്ലാവർക്കും വേദാന്തുന്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം, my dear champions. I hope all my dear champions and എല്ലാ പ്രിയപ്പെട്ട ചാമ്പ്യന്മാരും, I hope all of you guys are staying happy, healthy, motivated and humble and curious, my dear students. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, my dear champions. It's very important, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി സന്തോഷത്തോടെ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഡ്രൈവ് വന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ബുക്കിന് മുമ്പിലിരിക്കുമ്പോൾ അയ്യോ ദൈവമേ ഇത് വീണ്ടും വന്നോ എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല, മൈ ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കാണുക. എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കുക. ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. സാർ ഇത് എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ടല്ലോ, സാർ ഇത് എല്ലാ ക്ലാസ്സിലും പറയും, നിങ്ങളുടെ തലയിൽ ഇത് കയറുന്നത് വരെ. ഓക്കെ, അങ്ങനെ ചിന്തയുള്ളവർ ദയവായി, അതായത് ഞാനിത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ആവേശവും ഊർജ്ജവും ഓർ എനർജി ആൻഡ് മോട്ടിവേഷൻ വരും എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യു ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ദാറ്റ് gives you the drive and motivation. Okay, my dear champions. അത് പറഞ്ഞുകൊണ്ട് my dear champions, ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കാം, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കാം. അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് സുദർശൻ, മൈ ഡിയർ സ്റ്റുഡൻസ്. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ്. എന്നെക്കുറിച്ചുള്ള മൊത്തം ചരിത്രം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാനും ഈ പറഞ്ഞ പോലെ നിങ്ങളെ പോലെ തന്നെ 2010 കുറേ പണിപെട്ട് കയറിയ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജിലാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിച്ചിറങ്ങിയതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നത്, ഒരു നല്ല കോളേജിൽ പഠിച്ചിറങ്ങും, നല്ല കോളേജിൽ നിന്ന് ഡോക്ടർ ആവുന്നതോ എഞ്ചിനീയർ ആവുന്നതോ പിന്നെ ഒരു സാധാ കോളേജിൽ നിന്ന് ഡോക്ടർ ആവുന്നതോ എഞ്ചിനീയർ ആവുന്നതോ തമ്മിൽ ആനയും മൂലം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അതുകൊണ്ട് ട്രൈ ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് ഞാൻ നെഞ്ചി തട്ടിയാണ് പറയുന്നത്. ഓക്കെ, ഇൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഗോട്ട് ഇറ്റ്, മൈ ഡിയർ ചാമ്പ്യൻസ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഉള്ളൊരു പണിയാണ്. നിങ്ങൾക്ക് ഈ പണി എല്ലാ ക്ലാസ്സിലും എല്ലാവരും പറയുന്നുണ്ട്, മൈ ഡിയർ സ്റ്റുഡൻസ്. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളിത് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഇത് ഗ്രോ ചെയ്യാനായിട്ട്. കാര്യം ഇങ്ങനെ ഒരു ചാനൽ നടത്താനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പറയുന്നത് മാത്രമല്ലാതെ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു ടീമുണ്ട്. നിങ്ങൾ കാണാത്ത ഒരു വലിയൊരു ടീമുണ്ട് വേദാന്തുവിൻ്റെ. ഇത് ചെയ്യാൻ ആയിട്ട് നല്ല പണിയുള്ള ഏർപ്പാടാണ്. ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം, ഏറ്റവും നല്ല ടീമിനെ കൊണ്ടുവരണം, അല്ലേ? കറക്റ്റ് സമയത്ത് ഇത് പ്രീമിയർ നടക്കണം. ഇതിനെല്ലാം വലിയൊരു ടീം ഞങ്ങളുടെ പുറകിലുണ്ട്. ഓക്കെ, ഈ ടീച്ചേഴ്സിന് പുറകിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മൈ ഡിയർ സ്റ്റുഡൻസ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. കൂൾ. അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം, മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കുറേ പിള്ളേർക്ക് വളരെ കൺഫ്യൂസിങ് ആണ് ഈ ടോപ്പിക്. എന്തിനാണ് ഈ ടോപ്പിക്ക് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടോപ്പിക്കിൻ്റെ ഓരോരോ ഡെറിവേഷൻ ആസ്പെക്ട് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആസ്പെക്ട് എന്താണെന്നുള്ളത് ചിലപ്പോൾ ബുക്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ലിസൺ വെരി കെയർഫുള്ളി, മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റിയൽ ഗ്യാസസ്, വോണ്ടർവാൾസ് ഗ്യാസ് ഇക്വേഷൻ, ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ, ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ എന്നുള്ളത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത്. ഇൻഫാക്ട് ഇത് മൂന്നാമത് എഴുതിയിട്ടുണ്ടെങ്കിലും കംപ്രസിബിലിറ്റി ഫാക്ടറിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൺലി ദെൻ വിൽ ഗോ ടു വോണ്ടർവാൾസ് ഇക്വേഷൻ. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻ. സോ എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഡൗട്ട്സ് നോട്ട് ചെയ്യുക, മൈ ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് ആസ്ക് ദ ഡൗട്ട്സ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. ലെറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ഇൻ ടു ദ കണ്ടന്റ്. റിയൽ ഗ്യാസസ്. എന്താണ് റിയൽ ഗ്യാസസ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത്രയും നാളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഐഡിയൽ ഗ്യാസസിനെ കുറിച്ചാണ്, അല്ലേ? അപ്പൊ റിയൽ ഗ്യാസസ് എന്താണ് മക്കളെ? ദോസ് ഗ്യാസ് വിച്ച് ഡു നോട്ട് ഫോളോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ at all temperature and pressure.
Those gas which do not follow ideal gas equation at all temperature and pressure ആണ് റിയൽ ഗ്യാസസ്. ഓക്കെ, അതായത് ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഐഡിയൽ ഗ്യാസസിനെ കുറിച്ചാണ് മക്കളെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ ഗ്യാസസിനെ കുറിച്ചാണ്. അതായത് ദാറ്റ് ഡു നോട്ട് ഒബേ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ആനയുടെ ഒപ്പം നടക്കുന്നത് ആന പാപ്പാൻ, വണ്ടിയുടെ ഒപ്പം നടക്കുന്നത് വണ്ടിയുടെ ഡ്രൈവർ. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസസ് ആണ്, റിയൽ ഗ്യാസസ് അല്ല. ഓക്കെ, ഇനി ഒരു റിയൽ ഗ്യാസസിന് ഐഡിയൽ ഗ്യാസ് ആവാൻ പറ്റുമോ? ഇവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് കനോട്ട് ബി പോസിബിൾ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പക്ഷേ ഐഡിയൽ ഗ്യാസസ് ക്യാൻ ഒബേ real gases can obey ideal gas behavior only at very high temperature and low pressure. അതായത് ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ക്യാൻ ഒബേ എന്ന് പറയുന്നതിലും നല്ലത് കംസ് ക്ലോസ് ടു ഒബേയിങ് അല്ലെങ്കിൽ കം ക്ലോസ് ടു ഒബേ റിയൽ ഗ്യാസ് ബിഹേവിയർ ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. അതായത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലും ഒരു ലോ പ്രഷറിലും മാത്രമാണ് റിയൽ ഗ്യാസസിന് ഐഡിയൽ ഗ്യാസസിന്റെ അടുത്തെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ടെൻഡ് ടു ബിഹേവ് ലൈക്ക് ഓർ ദേ കംസ് ക്ലോസ് ടു ഒബേയിങ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ, മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് ആയിട്ട് വേറിട്ട് നിൽക്കുന്നത്? വൈ ആർ ദേ ഡിഫറെന്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് നേരെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലേക്ക് പോകേണ്ടി വരും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് അസംഷൻസ് ഉണ്ട് ഐഡിയൽ ഗ്യാസസിനെ കുറിച്ച്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് അസംഷൻസ്. അത് ഏതൊക്കെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? there is no force of attraction between the molecules of a gas. ഇത് നമ്മൾ കണ്ടിരുന്നു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ. ഒരു ഐഡിയൽ ഗ്യാസിൽ മൈ ഡിയർ സ്റ്റുഡൻസ് there is no force of attraction between the particles of the gas. ഇത് നമ്മൾ ഓൾറെഡി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ കണ്ടിരുന്നു. പിന്നെയുള്ള എന്താ? വോളിയം ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് is negligible in comparison to the space occupied by the gas. അതായത് volume of the molecule of the gas is very less when compared to the volume of the container. ഇതും നമ്മൾ കണ്ടിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. Volume of the molecule of a gas is extremely small when compared to the volume of the container. ഏത്? ഐഡിയൽ ഗ്യാസസിന്. റിയൽ ഗ്യാസസിന് അങ്ങനെയാണോ? അബ്സല്യൂട്ട്ലി അല്ല മൈ ഡിയർ സ്റ്റുഡൻസ്. റിയൽ ഗ്യാസസിന്റെ കാര്യത്തിൽ, അതായത് ഐഡിയൽ ഗ്യാസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ അസംഷൻ എടുക്കുകയാണെങ്കിൽ ഐഡിയൽ ഗ്യാസസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മോളിക്യൂള് പോവുകയാണ് എവിടെ? ഒരു വാളിനെ ഇടിക്കാനായിട്ട്. ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു കൊളൈഡ് വിത്ത് എ വാൾ, ഇതിനെ തടഞ്ഞു നിർത്താൻ ഒരൊറ്റ ആളും വരില്ല. കാര്യം എന്താ? ഇതായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ല. ഈ മോളിക്യൂളായിട്ട് ഒറ്റ ഇന്ററാക്ഷൻ പോലും ഇല്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ദേ ആർ നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ, അല്ലെ? അപ്പൊ ഞാനിപ്പോ നേരെ ഓടി അപ്പുറത്തെ മതിലിൽ പോയി ഇടിക്കാൻ പോവാണ്. നല്ല സുഹൃത്തുക്കളാണ് എന്ത് ചെയ്യും? എന്നെ പിടിച്ചു മാറ്റും. പക്ഷെ നല്ല സുഹൃത്തുക്കളല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കും. ഓക്കെ, അവൻ ഇടിച്ചു വീണു. അതേപോലെ തന്നെയാണ് ഈ ഐഡിയൽ ഗ്യാസിന്റെ കാര്യം പറയുന്നത്. ഐഡിയൽ ഗ്യാസസില് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല മക്കളെ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. പക്ഷെ റിയൽ ഗ്യാസസില് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? പിടിച്ചു നിർത്തും, അല്ലെ? അപ്പൊ റിയൽ ഗ്യാസസില് ഇങ്ങനൊരു മോളിക്യൂൾ കണ്ടെയ്നറിലേക്ക് പോയി ഇടിക്കാൻ പോവുകയാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ they are attracting it, they will try to pull it back. അത് ഇടിക്കാൻ പോണോണ്ടല്ല, because there is a force of attraction between the molecules. അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് റിയൽ ഗ്യാസസിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂസ് വരാൻ പോണേ ഉള്ളൂ. ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ്, volume occupied by the gas molecule is not negligible and hence can't be ignored. Okay my dear students, ഫൈൻ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഐഡിയൽ ഗ്യാസിന്റെ കാര്യം പറഞ്ഞു. നമുക്കിപ്പോ ഇങ്ങനെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ പാർട്ടിക്കിൾസിലെല്ലാം കൂട്ടിച്ചേർത്ത് ഒറ്റൊരു കോർണറിലേക്ക് കൊണ്ടുവരുവാണെന്ന് വിചാരിക്കുക.
പാർട്ടിക്കിൾസിനെ കൂട്ടി ചേർത്ത് ഒറ്റൊരു കോർണറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഈ വോളിയം, the total volume occupied by the gas molecule is very small in compared to the total volume of the container. പക്ഷെ റിയൽ ഗ്യാസസിന്റെ കേസിൽ ഈ ഒരു വോളിയം നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. കാര്യം അത് നെഗ്ലിജിബിൾ അല്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഐഡിയൽ ഗ്യാസസിന്റെ കേസസിൽ നമുക്ക് ഈ ഒരു വോളിയം നെഗ്ലിജിബിൾ ആണെന്ന് കൂട്ടാം. ഈ ഒരു വോളിയം എന്ന് ഉദ്ദേശം എന്താണ്? ബേസിക്കലി ദ ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് നെഗ്ലിജിബിൾ ആണെന്ന് കൂട്ടാം. പക്ഷെ റിയൽ ഗ്യാസസിന്റെ കേസിൽ അത് നെഗ്ലിജിബിൾ ആണെന്ന് കൂട്ടാൻ പറ്റില്ല, പാടില്ല. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ, അതായത് ഒരു ഗ്യാസിനെ എടുത്തിട്ട് അത് ഒരു റിയൽ ഗ്യാസിനെ എടുത്തിട്ട് അത് ഐഡിയാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസസുമായിട്ട് എത്ര വേറിട്ട് നിൽക്കുന്നു എന്നറിയാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഐഡിയൽ ഗ്യാസ് ആയിട്ട് എങ്ങനെ ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നറിയാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? മാർഗമുണ്ടല്ലോ സാറേ, ഞാൻ പറഞ്ഞുതരാം. Deviation of real gases from ideal gas behavior is mathematically denoted by Z, named as the compressibility factor. അതായത് Z എന്നൊരു ടേം വെച്ച് നമുക്ക് ഒരു റിയൽ ഗ്യാസിന്റെ ബിഹേവിയറിനെ അളക്കാൻ പറ്റും. അത് എത്രത്തോളം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആയിട്ട് വേറിട്ട് നിൽക്കുന്നു, ഓർ ഹൗ മച്ച് ഡീവിയേഷൻ ഇറ്റ് ഹാസ് വിത്ത് ഐഡിയൽ ഗ്യാസ്. ഇപ്പൊ എ എന്നൊരു ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അത് ഒരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എ എത്ര വേറിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കംപ്രസിബിലിറ്റി ഫാക്ടറിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താണ് ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ മൈ ഡിയർ സ്റ്റുഡൻസ്? എവരിവൺ ലുക്ക് ഓവർ ഹിയർ. കംപ്രസിബിലിറ്റി ഫാക്ടർ Z is nothing but real volume of the real gas divided by volume of a ideal gas. Volume of the real gas divided by volume of the ideal gas at a given pressure and temperature. അതായത് ഒരു given pressure and temperature എടുക്കുകയാണ്. ആ ഗിവൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ നമുക്കിപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു റിയൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ പ്രഷറും ടെമ്പറേച്ചറിലും നമ്മൾ ഈ ഗ്യാസിന്റെ വോളിയം അളക്കും, ഈ റിയൽ ഗ്യാസിന്റെ വോളിയം അളക്കും. ആ റിയൽ ഗ്യാസിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ദ ഐഡിയൽ വോളിയം, അതായത് അതേ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ഒരു ഐഡിയൽ ഗ്യാസിന്റെ വോളിയം എത്രയാണെന്നുള്ളത് നമുക്കറിയാം. അത് യൂഷ്വൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ റേഷ്യോ ആണ് compressibility factor. Okay my dear students, ഇനി ഞാൻ ഇവിടെ വേറൊരു കാര്യം ചെയ്യാൻ പോവാ. എനിക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഗെയിം കളിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ മേളിലും താഴ്ത്തും പ്രഷർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു പണിയില്ലല്ലോ എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും പ്രഷർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ പ്രഷർ ഇൻടു വി റിയൽ ഡിവൈഡഡ് ബൈ പ്രഷർ ഇൻടു വി ഐഡിയൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്തിനാ അങ്ങനെ ചെയ്തത്? സാറിന് പണിയില്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ, ബേസിക്കലി പ്രഷർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, Z വാല്യൂവിന് ഒന്നും മാറ്റം വരാൻ പോകില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ വേറൊരു എക്സ്പ്രഷൻ കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. പ്രഷർ ഇൻടു വി റിയൽ ഡിവൈഡഡ് ബൈ പ്രഷർ ഇൻടു വി ഐഡിയൽ. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ pressure into V ideal എന്താ my dear students? Ideal gas equation അനുസരിച്ച് that pressure into V ideal can be written as nRT. That pressure into V ideal can be written as N into R into T. എങ്ങനെ മനസ്സിലായി? അത് നമുക്ക് ഓൾറെഡി അറിയാം. Got it? So Z can be written as P real by P ideal, or else Z can also be written as P into V real by nRT, my dear students. Got it? Yes or no, my dear students? Fine. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇതൊക്കെ മനസ്സിലായി, സാർ ഇങ്ങനെ ചാടി പോകുന്നുണ്ട്, പക്ഷെ സാർ ഇപ്പോഴും പറഞ്ഞില്ല ഇത് വെച്ച് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും.
ഒരു ഡീവിയേഷൻ, ഒരു റിയൽ ഗ്യാസിന്റെ ഡീവിയേഷൻ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാറേ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്. Z is equal to V real by V ideal എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. which can also be written as pressure into V real by nRT. Please note this my dear students, it's very important. നമുക്കിനി ഒരു കാര്യം നോക്കാം. എല്ലാവരും നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. if Z is equal to 1, അതായത് നമുക്ക് 3 കേസ് പഠിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് 3 കേസ് പഠിക്കാം. ഒരു മിനിറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ജസ്റ്റ് എ സെക്കൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. Just a second, my dear students. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ സെഡിനെ വെച്ചിട്ട് എങ്ങനെ ഒരു റിയൽ ഗ്യാസിനെ അളക്കാൻ പറ്റും, ഓർ എൽസ് ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് ദ ഡീവിയേഷൻ ഓഫ് എ റിയൽ ഗ്യാസ് ഫ്രം ആൻ ഐഡിയൽ ഗ്യാസ്. അത് നമുക്ക് 3 കേസായിട്ട് പഠിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. 3 കേസായിട്ട് പഠിക്കാം. എല്ലാവരും നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ കേസ് 1 എഴുതിയിട്ടുണ്ട്. ഇഫ് Z is equal to 1, ഐഡിയൽ ഗ്യാസ് and real gas will be the same. അതായത് റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും സെയിം ആയിരിക്കും. ഇറ്റ് സിഗ്നിഫൈസ് there is no interaction between gas molecules. if Z is equal to 1, റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും അല്ലേ? obviously if Z is equal to 1, റിയൽ ഗ്യാസ് എന്തായാലും ഐഡിയൽ ഗ്യാസ് ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലെ? Z is equal to 1ന്റെ അർത്ഥം എന്താണ്? ഈ മേളിലുള്ളതും NRT തന്നെയാണ്. P into V real NRT തന്നെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലെ? അതായത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, V ideal is equal to V real. Z is equal to 1 ആണെങ്കിൽ V ideal is equal to V real. അപ്പൊ റിയൽ വോളിയം ഐഡിയൽ വോളിയം സെയിം ആണെങ്കിൽ അറ്റ് എ ഗിവൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഒബ്വിയസ്ലി മൈ ഡിയർ ചാമ്പ്യൻസ്, എന്താണ് അതിന്റെ അർത്ഥം? രണ്ടും സെയിം ആണെന്നാണ് അല്ലെ? സോ എവ്രി വൺ ലുക്ക് ഓവർ ഹിയർ. എല്ലാവരും നോക്കുക. ഇഫ് Z is equal to 1, a real gas is an ideal gas, or real gas obeys ideal gas equation. It signifies there is no interaction between gas molecules. Okay, ഞാനിപ്പോൾ ഒരു കണ്ടീഷൻ തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ 2 കണ്ടെയ്നർ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. 2 കണ്ടെയ്നർ എടുത്തു. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. കണ്ടെയ്നർ 1 ഐഡിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. കണ്ടെയ്നർ 1 ഐഡിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. കണ്ടെയ്നർ 1 ഐഡിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. കണ്ടെയ്നർ 2 നമ്മൾ റിയൽ ഗ്യാസ് വയ്ക്കുന്നു. And imagine that the pressure is extremely low. Pressure is extremely low. Okay, pressure is extremely low. Pressure വളരെ കുറവാണെന്ന് വിചാരിക്കുക. പ്രഷർ വളരെ കുറവാണെങ്കിൽ ഈ കണ്ടെയ്നറിൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ കണ്ടെയ്നറിൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഈ കണ്ടെയ്നറിൽ എന്താണ്? റിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി പ്രഷർ വളരെ കുറവാണെന്ന് വിചാരിക്കുക. വളരെ കുറവാണെങ്കിൽ don't you think that the molecules will be very far apart from each other? ഈ മോളിക്യൂൾസിന്റെ ഡിസ്റ്റൻസ് വളരെ വലുതായിരിക്കും അല്ലേ? പ്രഷർ വളരെ കുറവെന്ന് വെച്ചാൽ എന്താ? അവർ ഒട്ടും അടുത്തല്ല, അവർ വളരെ ദൂരെയാണ്.
അവർ വളരെ ദൂരെയാണെങ്കിൽ my dear champions, obviously there is no force of attraction. There is no force of attraction. There is no force of attraction between the particles. There is no force of attraction between the particles. Between the particles. There is no force of attraction between the particles, my dear students. അതായത് ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല. എന്തുകൊണ്ടാണ്? എക്സ്ട്രീംലി ലോ പ്രഷറാണ്, പാർട്ടിക്കിൾസ് വളരെ ദൂരത്തിലാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാർട്ടിക്കിൾസ് ആർ നോട്ട് അട്രാക്ടിങ് ഈച്ച് അതർ, ദേ വിൽ ഒബ്വിയസ്ലി ബിഹേവ് ലൈക്ക് ഐഡിയൽ ഗ്യാസ്. കാര്യം ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്കറിയാം ദേ ഡോണ്ട് interact with each other. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ we can easily say that എല്ലാവരും നോക്കുക, we can easily say that V ideal അല്ലെങ്കിൽ V real is equal to V ideal. V real is equal to V ideal. അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും Z is equal to 1. Z is equal to 1, my dear champions. Got it? Fine. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ എഴുതിയത് എന്തെഴുതി മക്കളെ? Real gas comes close to obeying ideal gas behavior at high temperature and low pressure. ഈ low എന്ന് ഉദ്ദേശിക്കുന്നത് extremely low pressure ആണ്, my dear students. Okay? നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അടുത്ത കേസിലേക്ക് കിടക്കാം, my dear students. Let's get into the second case. If Z less than 1, it is called as negative deviation from ideal gas behavior. It is called as negative deviation from ideal gas behavior. Signifies attractive forces are higher than repulsive forces. So such gases can be liquefied easily. എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഇവിടെ? കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. Z is less than 1 എന്ന് മാത്രം മനസ്സിലായി നിങ്ങൾക്ക്, ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം. ഞാൻ പറഞ്ഞുതരാം, മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് സെയിം എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സെയിം എക്സ്പെരിമെന്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു, മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് ഐഡിയൽ ഗ്യാസിന്റെ കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കാം. ഇത് ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തു, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് റിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. ഫൈൻ. നൗ ഇമാജിൻ ദാറ്റ്, സോ ഇത് റിയൽ ഗ്യാസ് ആണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് റിയൽ ഗ്യാസ് ആണ്. നൗ നമ്മൾ നേരത്തെ സിറ്റുവേഷനിൽ എന്താണ്? പ്രഷർ എക്സ്ട്രീംലി ലോ ആയിരുന്നു. പ്രഷർ വാസ് എക്സ്ട്രീംലി ലോ. ഇനി ഞാൻ പ്രഷർ കുറച്ച് കൂട്ടി എന്ന് വിചാരിക്കുക. അതായത് നേരത്തെ സിറ്റുവേഷനിൽ നിന്ന് ഇതായിരുന്നു നേരത്തെ സിറ്റുവേഷൻ. പ്രഷർ എക്സ്ട്രീംലി ലോ. ഇവിടുന്ന് ഞാൻ ഇതിനെ രണ്ടിനെയും കുറച്ച് കംപ്രസ് ചെയ്യാൻ തുടങ്ങി. പ്രഷർ കൂട്ടി എന്ന് വിചാരിക്കുക. പ്രഷർ കൂട്ടുമ്പോൾ there will reach the point that real gases molecules will start attracting each other. Obviously, കാര്യം റിയൽ ഗ്യാസസിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയല്ലേ. ഓൺലി അറ്റ് എക്സ്ട്രീംലി ലോ പ്രഷർ, വളരെ ലോ ആണെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ സമ്മതിച്ചു, അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പ്രഷർ കുറച്ച് കൂട്ടുമ്പോൾ അവർ ഇന്ററാക്ഷൻസ് വരാൻ തുടങ്ങും. റിയൽ ഗ്യാസ് മോളിക്യൂൾസ്. ഐഡിയൽ ഗ്യാസ് അപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നില്ല. കാര്യം ഐഡിയൽ ഗ്യാസ് അറ്റ് എവറി പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഐഡിയൽ ഗ്യാസ് ഇസ് assumed to be having no interaction. റിയൽ ഗ്യാസസിന്റെ കേസ് അങ്ങനെയല്ല. പ്രഷർ ഞാൻ ഒന്ന് കൂട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ടക്ക് എന്ന് പറഞ്ഞ അവന്മാർ ഇന്ററാക്ഷൻ തുടങ്ങും. അല്ലേ മൈ ഡിയർ സ്റ്റുഡന്റ്? അതായത് നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ ഈ മോളിക്യൂൾസ് അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ പതിയെ ഇന്ററാക്ഷൻസ് കൂടും. സോ ബേസിക്കലി ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. പ്രഷർ ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് there is attractions among real gas molecules. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ
അതെന്ത് പരിപാടിയാ? സാറ് പറഞ്ഞു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അട്രാക്ഷൻസ് വരുന്നു. അപ്പൊ റിപ്പൾഷൻസും വരാൻ സാധ്യതയില്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ചിലപ്പോൾ നിങ്ങൾ ബുക്കിൽ കാണുമോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Attractions are, always please keep this in mind, attractions are അല്ലെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു സെക്കൻഡ്. Intermolecular attractions are long range forces. Intermolecular attractions are long range forces. Intermolecular repulsions are short range forces. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഈ മൊത്തം കണ്ടന്റ് പഠിക്കുമ്പോൾ, അതായത് വണ്ടർവാൾസ് ഇക്വേഷൻ, കംപ്രസിബിലിറ്റി ഫാക്ടറും പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആർ ലോങ് റേഞ്ച്. അതായത് കുറച്ച് നല്ല ദൂരം ഉണ്ടെങ്കിലും അട്രാക്റ്റീവ് ഫോഴ്സസ് വർക്ക് ചെയ്യും. റിപ്പൾസീവ് ഫോഴ്സസ് കൂടുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? മോളിക്യൂൾസ് അടുത്തേക്ക് വരുമ്പോൾ മാത്രം, വളരെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ റിപ്പൾസീവ് ഫോഴ്സസ് വളരെയധികം ആക്റ്റീവ് ആവാൻ തുടങ്ങുള്ളൂ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ മുന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ ആവില്ല. അപ്പൊ നമ്മൾ ആദ്യം പ്രഷർ എക്സ്ട്രീംലി ലോ ആയിട്ട് വെച്ചു. അപ്പൊ എന്താ? റിയൽ ഗ്യാസ് മോളിക്യൂൾസ് ഒട്ടും അട്രാക്ട് ചെയ്യുന്നില്ല, വളരെ ദൂരെയാണ് അവര്. അതാണ് നേരത്തെ സിറ്റുവേഷൻ, എക്സ്ട്രീംലി ലോ. ഇപ്പൊ നമ്മൾ പ്രഷർ ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഇസ് അട്രാക്റ്റീവ് ഫോഴ്സ് എമോങ് റിയൽ ഗ്യാസ് മോളിക്യൂൾസ്. അതായത് റിപ്പൾസീവ് ഫോഴ്സസ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല, പക്ഷെ അട്രാക്റ്റീവ് ഫോഴ്സസ് തുടങ്ങി. ഇനി നോക്കുക മക്കളെ, ഇനിയാണ് കളിയ വരാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കുക. അപ്പൊ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസിൽ അപ്പോഴും അട്രാക്ഷൻസ് ഇല്ല. റിയൽ ഗ്യാസ് മോളിക്യൂൾസിൽ അട്രാക്ഷൻസ് വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റന്റ് എടുക്കുകയാണ്. ഓക്കെ, ഈ പ്രഷർ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ലെറ്റ്സ് സേ ദി അട്രാക്ഷൻസ് ആർ വർക്കിംഗ്. ആ ഒരു പ്രഷറിൽ വിച്ച് വോള്യൂം വിൽ ബി ഗ്രേറ്റർ? നേരത്തെ സിറ്റുവേഷനിൽ രണ്ട് വോള്യൂം സെയിം ആയിരുന്നു. നേരത്തെ സിറ്റുവേഷനിൽ വി റിയലും വി ഐഡിയലും സെയിം ആണ്. പക്ഷെ ഈ സിറ്റുവേഷനിൽ can I say that V real will be lesser than V ideal? അതെന്തുകൊണ്ടാണ് സാറ് വി റിയൽ വി ഐഡിയലിനും ലെസ് ആകുന്നത്? ദാറ്റ് ഇസ് ബിക്കോസ് റിയൽ ഗ്യാസസിൽ അട്രാക്ഷൻസ് ഉണ്ട്. മോളിക്യൂൾസ് കുറച്ചും കൂടി ക്ലോസർ ആണ് ഇവിടെ. ഐഡിയൽ ഗ്യാസസിൽ ഇപ്പോഴും അട്രാക്ഷൻസ് വന്നിട്ടില്ല. മോളിക്യൂൾസ് അതേപടി നിൽക്കുകയാണ്. ഓക്കെ, വിത്തൗട്ട് ഇറ്റ്സ് ആസ് ഇഫ് ദർ ഇസ് നോ അട്രാക്ഷൻസ്. ഇവിടെ രണ്ടിന്റെ പ്രഷർ സെയിം ആണ്, പക്ഷെ ആ സെയിം പ്രഷറിൽ റിയൽ ഗ്യാസസിൽ അട്രാക്ഷൻസ് ഉള്ളതുകൊണ്ട് മോളിക്യൂൾസ് കുറച്ചും കൂടി അടുത്തായിരിക്കും. സിമ്പിൾ ലോജിക്. അതിന്റെ അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? വി റിയൽ ഇസ് ലെസർ ദാൻ വി ഐഡിയൽ. ഡോണ്ട് യു തിങ്ക് Z will be lesser than 1, my dear students? Don't you think Z will be lesser than 1, my dear champions? Yes or no, my dear students? Got it. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Z is lesser than 1. It is called as negative deviation from ideal gas behavior. ആ പേര് ഓർമ്മിക്കുക. It's called as negative deviation. It signifies attractive forces are higher than repulsive forces. Okay, അതായത് attractive forces are dominating. എപ്പോ Z is lesser than 1. അതുകൊണ്ടാണ് V real gas is lesser than V ideal gas. Yes or no, my dear students? And so such gases can be liquefied easily.
Such gases can be liquefied easily, my dear students. എന്തുകൊണ്ടാണ് liquefied easily എന്ന് ഉദ്ദേശിക്കുന്നത് compared to ideal gases, this real gas can be liquefied. എന്തുകൊണ്ട് attractive forces കൂടുതലാണ്. Attractive forces കൂടുതലായതുകൊണ്ട് liquefaction എപ്പോഴാണ് സംഭവിക്കുന്നത്? Liquefaction happens when the molecules come very close to each other. അല്ലേ, molecules അടുത്ത് വരണം വേപ്പറിൽ നിന്ന് ലിക്വിഡ് ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ അത് സഹായിക്കുന്നു. എന്ത് സഹായിക്കുന്നു? അട്രാക്റ്റീവ് ഫോഴ്സസ് സഹായിക്കുന്നു. ബിക്കോസ് അറ്റ് ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ പ്രഷർ ഓർ അറ്റ് ദിസ് പെർട്ടിക്കുലർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ attractive forces are dominating, my dear students. Attractive forces dominating ആയതുകൊണ്ട് liquefaction ഈസി ആവുന്നു, ലിക്വിഫൈ ചെയ്യാൻ ഈസി ആവുന്നു. എന്തിനെ വെച്ച് നോക്കുമ്പോൾ? ഐഡിയൽ ഗ്യാസസിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെ രസകരമായിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇനി അടുത്ത സിറ്റുവേഷൻ കേസ് 3 നമുക്ക് വീണ്ടും ആ എക്സ്പെരിമെന്റ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. കേസ് 3 നമ്മൾ വീണ്ടും ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. നമ്മളൊരു ഐഡിയൽ ഗ്യാസിനെ എടുക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? നമ്മളൊരു ഐഡിയൽ ഗ്യാസിനെ എടുക്കുന്നു, നമ്മളൊരു റിയൽ ഗ്യാസിനെ എടുക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളൊരു റിയൽ ഗ്യാസിനെ എടുക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മളൊരു റിയൽ ഗ്യാസിനെ എടുക്കുന്നു, ഐഡിയൽ ഗ്യാസിനെ എടുക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രഷർ is high enough so that the repulsive forces are dominating. The repulsive forces are dominating. The repulsive forces are dominating. അതായത് ഞാൻ നേരത്തെ ആദ്യത്തെ എക്സ്പെരിമെന്റില് പ്രഷർ വളരെ കുറവാണ്, അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല, റിപ്പൾസീവ് ഫോഴ്സും ഇല്ല. പിന്നെ ഞാൻ പ്രഷർ കുറച്ച് കൂട്ടി, അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സസ് വന്നു തുടങ്ങി. അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ഡോമിനേറ്റിംഗ് അല്ലെ. അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റ് ആവുമ്പോൾ എന്ത് പറ്റുന്നു? Z is lesser than 1. എന്തുകൊണ്ടാ? റിയൽ വോളിയം is lesser than ഐഡിയൽ വോളിയം. നമ്മൾ കണ്ടു. യെസ് ഓർ നോ? ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ഈസിലി മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലെ. ഇനി ഞാൻ പ്രഷർ വീണ്ടും കൂട്ടി വരികയാണ്. അപ്പോഴും ഐഡിയൽ ഗ്യാസിൽ ഇപ്പോഴും ഇന്ററാക്ഷൻസ് ഇല്ല. റിയൽ ഗ്യാസസിൽ there will reach a point. ഞാൻ പറഞ്ഞില്ലേ, repulsive forces are short range forces. നമ്മൾ പ്രഷർ കൂട്ടി വരുമ്പോൾ ഈ മോളിക്യൂൾസ് അടുത്തേക്ക് വരുമ്പോൾ there will reach a point where repulsive forces will start dominating. attractive forces നെ മലർത്തിയടിക്കും repulsive forces dominate ആകുന്നു attractive force നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഈ മോളിക്യൂൾസ് തമ്മിൽ repulsions are more than attractions. അപ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ can I say that at that instant V real will be greater than V ideal? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഇപ്പൊ ഒരു പ്രഷർ പി എടുത്തു എന്ന് വരിക, രണ്ടുപേരും സെയിം പ്രഷറിലാണ്. ഇവിടെ ഐഡിയൽ ഗ്യാസസിൽ ഇന്ററാക്ഷൻസ് ഒട്ടുമേ ഇല്ല. റിയൽ ഗ്യാസസിൽ ആ പ്രഷറിൽ തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ട്. എന്ത് ഇന്ററാക്ഷൻസ്? റിപ്പല്ലിംഗ്. ദേ ആർ ട്രൈങ് ടു ഗെറ്റ് അവേ ഫ്രം ഈച്ച് അതർ. അവർ തമ്മിൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ വോളിയം ആണോ റിയൽ ഗ്യാസ് വോളിയം ആയിരിക്കുമോ ഹയർ? ഒബ്വിയസ്ലി റിയൽ ഗ്യാസ് വോളിയം. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാൻ പറ്റും Z is greater than 1 in that condition. So if Z is greater than 1, it's called as positive deviation from ideal gas behavior. Got it? It signifies repulsive forces are greater than attractive forces. So such gases can't be liquefied easily. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലിക്വിഫൈ ചെയ്യാൻ വളരെ പാടായിരിക്കും. എന്തുകൊണ്ടാ? നമ്മൾ ലിക്വിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ മോളിക്യൂൾസ് അടുത്തേക്ക് വന്നില്ല. മോളിക്യൂൾസ് ഇപ്പോഴും ടക്ക് അടിച്ചു നിൽക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തിനു വെച്ച് നോക്കുമ്പോൾ? ഐഡിയൽ ഗ്യാസസിനെ വെച്ച് നോക്കുമ്പോൾ. ഐഡിയൽ ഗ്യാസസിൽ അപ്പോഴും ഇന്ററാക്ഷൻസ് ഇല്ല. ഐഡിയൽ ഗ്യാസ് അപ്പോഴും കൈ കെട്ടി നിൽക്കുകയാണ്. നേരത്തെ സിറ്റുവേഷനിലും അതിന് മുമ്പത്തെ സിറ്റുവേഷനിലും ഐഡിയൽ ഗ്യാസിന്റെ മോളിക്യൂൾസ് കൈകെട്ടി നിൽക്കുകയാണ്. അവർ തമ്മിൽ അട്രാക്ഷൻസും ഇല്ല, റിപ്പൾഷൻസും ഇല്ല. അപ്പൊ നിങ്ങൾ 3 കണ്ടീഷൻസ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? കേസ് 1 എക്സ്ട്രീംലി ലോ പ്രഷറിലാണ്. എക്സ്ട്രീംലി ലോ പ്രഷറിൽ രണ്ടിടത്തും ഇന്ററാക്ഷൻസ് ഇല്ല. സോ ഐഡിയൽ വോളിയം ഇസ് ഈക്വൽ ടു റിയൽ വോളിയം, Z ഇസ് ഈക്വൽ ടു 1. ഇനി കേസ് 2 എടുക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, you are applying the pressure in such a way that attractive forces among real gas molecules are dominating.
Okay, fine. Attractive forces or നമുക്ക് ഇങ്ങനെ എഴുതാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതണമെങ്കിൽ is such a way that attractions are dominating. Attractions are in such a way that attractions are dominating. അല്ലെങ്കിൽ attractive forces എന്തായാലും. Okay. Attractions are dominating in real gas molecules, or amongst real gas molecules. Okay, yes or no? Third situation endana, my dear students? Third situation endana, pressure is high enough so that the repulsive forces are dominating in or among real gas molecules. Okay, appo aditha situation il z is equal to 1, pinnatha situation il z is less than 1, ee situation il z is greater than 1. appo ee z inde value vechittu നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മുടെ എൻ്റെ ഒരു ചെമ്പ് ഗ്യാസ് ഉണ്ട്, ആ ചെമ്പ് ഗ്യാസിൽ ഞാൻ ആ ചെമ്പ് ഗ്യാസിന്റെ വോളിയം അളക്കും, റിയൽ വോളിയം. അത് ഐഡിയൽ വോളിയം ആയിട്ട് കമ്പയർ ചെയ്യും. ഇഫ് ദാറ്റ് റിയൽ വോളിയം ഇസ് ലെസർ ദാൻ ഐഡിയൽ വോളിയം, attractions are dominating. If that real volume is greater than ideal volume, repulsions are dominating. If that real volume is equal to ideal volume, both are equal. Z is lesser than 1 ആണെങ്കിൽ, അല്ലെങ്കിൽ real gas lesser than real volume lesser than ideal volume ആണെങ്കിൽ attractions are dominating. Real volume greater than ideal volume ആണെങ്കിൽ repulsion is dominating. Real volume equal to ideal volume ആണെങ്കിൽ there is no interactions at all. എന്തോരം ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് നോക്കൂ ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ചിട്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെയധികം യൂസ് ഉള്ള ഒരു ടേമാണ് മൈ ഡിയർ ചാമ്പ്യൻസ്. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ്. ഗോട്ട് ഇറ്റ്? അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിൽ വെക്കണം. ഇനി ഞാൻ ഇവനെ വെച്ചിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഗ്രാഫിന്റെ ഷേപ്പ് വരാൻ പോകുന്നത് ആദ്യം ഇങ്ങോട്ട് നോക്കണതിന് മുമ്പ് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഇഫ് ഐ am plotting, എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്. If I am plotting Z versus pressure, my dear students, if I am plotting Z versus pressure, അതായത് at very low pressure, so Z ആണ് y axis, pressure ആണ് x axis എന്ന് വിചാരിക്കുക. At very low pressure, we can say that the Z value will be equal to 1. അതായത് Z value 1 ആയിരിക്കും at very low pressure. നമുക്കറിയാം at extremely low pressure 1 ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് പ്രഷർ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് 1 കേട്ടോ, ഈ പോയിന്റ് ആണ് 1. ദിസ് പോയിന്റ് ഇസ് 1. Z is equal to 1. ഇനി ഞാൻ പ്രഷർ കൂട്ടുമ്പോൾ എന്താണ് നമ്മൾ കണ്ടു? Z ന്റെ വാല്യൂ ലെസർ ദാൻ 1ലേക്ക് പോകും. Z ന്റെ വാല്യൂ ലെസർ ദാൻ 1ലേക്ക് പോകും. Z ന്റെ വാല്യൂ ലെസ് ദാൻ 1ലേക്ക് പോയി at a point it will be minimum, and from there it will go up again and it will go beyond 1. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ അരിവാള് പോലത്തെ ഉള്ള ഷേപ്പ് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. Z പ്രഷർ കൂട്ടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റ് ആവുന്നു. അട്രാക്റ്റീവ് ഫോഴ്സസ് ഡോമിനേറ്റ് ആവുമ്പോൾ എന്താ? Z is lesser than 1. You know, there will reach a point. ഈ പോയിന്റിൽ വെച്ചിട്ട് imagine repulsive forces start acting. Repulsive force start acting, my dear students. Repulsive force start acting, my dear champions. എന്ത് പറ്റും, my dear students? Z value will start increasing. Repulsive forces slightly വന്നു തുടങ്ങി. അപ്പോൾ Z value will start increasing. This point you can say that attractive forces, force of attraction is equal to force of repulsion. Force of attraction is equal to force of repulsion, my dear students. Force of attraction is equal to force of repulsion. അതായത് ഫോഴ്സസ് ക്യാൻസൽ ആവുന്നു. അതുകൊണ്ടാണ് Z വാല്യൂ വീണ്ടും 1ലേക്ക് വരുന്നത്. പിന്നെയും അവിടുന്ന് കൂടുമ്പോൾ, പിന്നെയും അവിടുന്ന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ, പിന്നെയും അവിടേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? Now the pressure is very high, repulsion starts dominating. അതുകൊണ്ടാണ് Z-ന്റെ വാല്യൂ 1ന്റെ മേലെ ചാമ്പുന്നത്, or 1ന്റെ മേലെ പോകുന്നത്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്? യെസ് ഓർ നോ? ഒന്നുകൂടി പറഞ്ഞു തരാം. അറ്റ് എക്സ്ട്രീംലി ലോ പ്രഷർ Z is equal to 1. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ്. പ്രഷർ കൂട്ടുന്തോറും Z വാല്യൂ 1ന്റെ താഴെ പോകുന്നു. എന്തുകൊണ്ട്? അട്രാക്ഷൻസ് ഡോമിനേറ്റ് ആവുന്നു.
attractions dominate ആവുന്നു. അങ്ങനെ പോയി they'll reach a point where repulsion starts acting. Repulsion starts acting എന്ന് പറയുമ്പോൾ Z-ന്റെ വാല്യൂ കൂടാൻ തുടങ്ങുന്നു. Z-ന്റെ വാല്യൂ കൂടി there will reach a point where force of attraction is equal to force of repulsion. അവിടെ നിന്ന് വീണ്ടും മേളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റുന്നു? Repulsion start dominating. Repulsion start dominating എന്ന് പറയുമ്പോൾ Z is greater than 1. അപ്പം നമുക്ക് പറയാം ഈ ഏരിയ എന്ന് അല്ലെങ്കിൽ ഈ റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് Z is greater than 1, ഈ റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് Z is lesser than 1, പിന്നെ Z is equal to 1 എന്നുള്ളത് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, yes or no? Z is lesser than 1 is where attractions dominate, Z is greater than 1 is where repulsions dominate. Okay, my dear champions, is that clear? Fine. Okay, അപ്പോൾ ഇത് തന്നെ മൂന്നാല് ഗ്യാസിന്റെ കേസസിൽ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് എല്ലാവരും നോക്കുക, Z is lesser than 1 എന്നുള്ള റീജിയൻ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാഫ് ഉണ്ട്, മീത്തേന്റെ ഗ്രാഫ് ഉണ്ട്, ഓക്സിജന്റെ ഗ്രാഫ് ഉണ്ട്, ഹൈഡ്രജന്റെ ഗ്രാഫ് ഉണ്ട്, നൈട്രജന്റെ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, എല്ലാ കൊടുത്തിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. Z is lesser than 1 ഈ റീജിയൻ, Z is equal to 1 ഐഡിയൽ ഗ്യാസ്, Z is greater than 1 ഈ റീജിയൻ. This is positive deviation, this is negative deviation, this is ideal gas behavior. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നിങ്ങൾ ചോദിക്കും സാർ ഈ ഹൈഡ്രജന്റെ കേസിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് വരാത്തത്? ഹൈഡ്രജന്റെ കേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹൈഡ്രജന്റെ കേസ് ഈ ഗ്രാഫ് വരുന്നത്, ഹൈഡ്രജന്റെ കേസ് നിങ്ങൾ ഈ ഗ്രാഫ് ശ്രദ്ധിച്ചോ? ഈ ഗ്രാഫ് നേരെ ഇങ്ങനെയാണ് പോകുന്നത്. ഹൈഡ്രജന്റെ കേസ് നേരെ താഴത്തോട്ട് വരുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, അത് എന്തായാലും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കുന്നതാണ് എന്തുകൊണ്ട് അത് താഴത്തേക്ക് വരുന്നില്ല എന്നുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡിനാണോ മീത്തേനാണോ ഓക്സിജനാണോ കൂടുതൽ അട്രാക്ഷൻസ് ഉള്ളത്? അട്രാക്റ്റീവ് ഫോഴ്സസ് എവിടെയാണ് കൂടുതൽ ഉള്ളത്? ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഒബ്വിയസ്ലി നിങ്ങൾ വെറുതെ ഒരു പ്രഷർ എടുക്കുക. ഈ ഒരു പ്രഷർ എടുക്കുകയാണെങ്കിൽ ഏതിന്റെ Z വാല്യൂ ആണ് ഏറ്റവും ചെറുത്? ഏതിന്റെ Z വാല്യൂ ആണ് ഏറ്റവും ചെറുത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ Z വാല്യൂ ആണ് ഏറ്റവും ചെറുത്. ഒരു പ്രഷർ എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ Z വാല്യൂ ആണ് ഏറ്റവും ചെറുത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ Z വാല്യൂ ആണ് ഏറ്റവും ചെറുതതിന്റെ അർത്ഥം എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്രഷർ എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ Z വാല്യൂ ആണ് ഏറ്റവും ചെറുത്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെയാണ് അട്രാക്ഷൻസ് ഏറ്റവും കൂടുതൽ. കാര്യം അട്രാക്ഷൻസ് കൂടുന്തോറും അല്ല Z വാല്യൂ കുറയുന്നത്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ? അതായത് ഞാൻ ഇങ്ങനെ രണ്ട് ഗ്രാഫ് തരുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇങ്ങനെ രണ്ട് ഗ്രാഫ് തരുകയാണെങ്കിൽ, ഇഫ് ഐ ഗിവ് യു ടു ഗ്രാഫ്സ് ലൈക്ക് ദിസ്, വൺ ഇസ് ഫോർ ഗ്യാസ് 1 ആൻഡ് ദി അതർ വൺ is for gas 2, ഇങ്ങനെ രണ്ട് ഗ്രാഫ് തരുകയാണെങ്കിൽ, and they are asking you, so basically ഇതാണ് Z is equal to 1, they are asking you, this is Z over here, this is pressure over here, this is Z is equal to 1. Okay my dear students, this is Z is equal to 1, Z is equal to 1 ആണത്. ഇത് ഗ്രാഫ് 1 as in ഗ്യാസ് 1ന്റെ ഗ്രാഫ്, ഇത് ഗ്യാസ് 2ന്റെ ഗ്രാഫ്. അവർ ചോദിക്കുകയാണ് എവിടെയാണ് അട്രാക്ഷൻസ് കൂടുതൽ? ഒബ്വിയസ്ലി attractive force of gas 2 is greater than gas 1. അല്ലെങ്കിൽ intermolecular force of attraction of gas 2 is greater than gas 1. എന്തുകൊണ്ടാണ്? അത് നമുക്ക് കാണാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ പ്രഷർ എടുക്കുകയാണെങ്കിൽ Z value of gas 2 is lesser is more than it's lesser than Z value of gas 1. അതായത് അത്രയും കുറവ് വാല്യൂ ആണ് Z-നുള്ളത്. Z വാല്യൂ എപ്പോഴാണ് കുറയുന്നത്? അട്രാക്ഷൻസ് കൂടുമ്പോൾ. സോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ഗ്യാസ് 2 is more than gas 1. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ഓഫ് ദിസ് is plotted for one temperature. ഓക്കെ, അതായത് ഇതെല്ലാം പ്ലോട്ട് ചെയ്യുന്നത് ഒരൊറ്റ ടെമ്പറേച്ചറിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് യു ആർ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ വേരി ചെയ്യുന്നു. പ്രഷർ വേരി ചെയ്യുമ്പോൾ എങ്ങനെ Z വേരി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, പിന്നെ ഓരോ പോയിന്റിന്റെ അർത്ഥവും ഞാൻ പറഞ്ഞു തന്നു. ഈ പോയിന്റിന്റെ അർത്ഥം എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സസ് ഈക്വൽ ടു റിപ്പൾസീവ് ഫോഴ്സസ്. ഈ പോയിന്റിന്റെ അർത്ഥം എന്താണ്? ദിസ് പോയിന്റ് ഇസ് വേർ റിപ്പൾഷൻ സ്റ്റാർട്ട്സ് ആക്ടിങ്. അതുകൊണ്ടാണ് അത് മേളിലേക്ക് പോകുന്നത്. ഗോട്ട് ഇറ്റ്? മേളത്തെ പോയിന്റ് പോസിറ്റീവ് ഡീവിയേഷൻ, താഴത്തെ പോയിന്റ് നെഗറ്റീവ് ഡീവിയേഷൻ. മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഗോട്ട് ഇറ്റ്? പിന്നെ ഇത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഗെയിംസും ഞാൻ പറഞ്ഞു തന്നു. 2-3 ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എവിടെയായിരിക്കും കൂടുതൽ
എന്നുള്ളത് ഞാൻ പറഞ്ഞു. Got it, my dear students? എങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. Got it? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ട്, വളരെ രസകരമാണ് ഈ പാർട്ട്. ഓക്കെ, പാട്ടല്ല പാർട്ട്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാണ്ടർവാൾസ് ഗ്യാസ് ഇക്വേഷൻ. വാണ്ടർവാൾ എന്നുള്ള പേര് നിങ്ങൾ കുറേ കേട്ട് കാണും അല്ലെ? വാണ്ടർവാൾസ് ഫോഴ്സസ്, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അല്ലെ? ഈ മനുഷ്യൻ കാരണം നിങ്ങൾക്ക് സിലബസിൽ കുറേ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. വെറുക്കരുത്, നമിക്കുക. ഓക്കെ, ഈസ് എ വെരി ഗ്രേറ്റ് സയന്റിസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. കുറേ നല്ല നല്ല എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല ഡിസ്കവറീസ് ചെയ്തിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് വാണ്ടർവാൾസ് ഗ്യാസ് ഇക്വേഷനിലേക്ക് കിടക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്. എന്താണ് വാണ്ടർവാൾസ് ഗ്യാസ് ഇക്വേഷൻ? എല്ലാവരും നോക്കുക. പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ളത് നിങ്ങളോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയും, സാറേ പി വി ഈക്വൽ ടു എൻ ആർ ടി, പി വി ഈക്വൽ ടു എൻ ആർ ടി. അത് ഐഡിയൽ ഗ്യാസസിന് വേണ്ടിയുള്ള ഇക്വേഷനാണ്. പക്ഷെ ഒരു റിയൽ സിറ്റുവേഷനിൽ, ഒരു റിയൽ ഗ്യാസിൽ നിങ്ങൾക്കറിയാം രണ്ട് അസംഷൻസ് ആർ ബ്ലണ്ടേഴ്സ്. ബ്ലണ്ടേഴ്സ് അല്ല, രണ്ട് അസംഷൻസ് വാലിഡ് അല്ല. ബ്ലണ്ടർ എന്ന് വിളിക്കാൻ പറ്റില്ല, രണ്ട് അസംഷൻസ് വാലിഡ് അല്ല. അതിൽ ഒരു അസംഷൻ എന്താണ്? ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഈസ് നോട്ട് നെഗ്ലിജിബിൾ. The intermolecular force of attraction between molecules is not negligible for a real gas. അപ്പോൾ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ എന്ന ഭാവം പാടില്ല അല്ലേ? എന്നാലും എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാനിങ്ങനെ രണ്ട് കണ്ടെയ്നർ എടുത്തു. ഓക്കെ, ഞാനിങ്ങനെ രണ്ട് കണ്ടെയ്നർ എടുത്തു. ഒരെണ്ണത്തിൽ ഒരു ഐഡിയൽ ഗ്യാസിനെ ഇട്ടു. ഓക്കെ, ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ, വേറൊരെണ്ണത്തിൽ റിയൽ ഗ്യാസിനെയും ഇട്ടു. വേറൊരെണ്ണത്തിൽ റിയൽ ഗ്യാസിനെയും ഇട്ടു. ഓക്കെ, വേറൊരെണ്ണത്തിൽ റിയൽ ഗ്യാസിനെയും ഇട്ടു. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനൊരു മോളിക്യൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനൊരു മോളിക്യൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ മോളിക്യൂൾ ഇസ് അബൌട്ട് ടു കൊളൈഡ് വിത്ത് ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. അത് ഇടിക്കാൻ പോവാണ്. അപ്പൊ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ്, ബാക്കിയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? അവരിങ്ങനെ വെറുതെ നോക്കിക്കും, ഒന്നും നടക്കാൻ പോടില്ല. ഇറ്റ് വിൽ ജസ്റ്റ് കൊളൈഡ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇതൊരു ഐഡിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇവിടെയുള്ളത് റിയൽ ഗ്യാസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. റിയൽ ഗ്യാസിന്റെ കേസിൽ ഇവനിങ്ങനെ ഇടിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുമോ? റിയൽ ഫ്രണ്ട്സ് എന്താ ചെയ്യുക? ഇല്ല മോനെടാ ഇടിക്കല്ലേ, അവിടെ ഒരു വാൾ ഉണ്ട്, ഇടിച്ചാൽ നിന്റെ മൂക്ക് പറന്നു പോകും അല്ലേ? സോ ബേസിക്കലി ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ. ആൻഡ് ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ ഇടിക്കാൻ പോണ ഫോഴ്സ് വിൽ ബി ലെസർ ദാൻ ദ force with which an ideal gas molecule will collide. Real gas molecule ഇടിക്കാൻ പോകുന്ന force അല്ലെങ്കിൽ intensity with which it collides is lesser when compared to a ideal gas. അപ്പോൾ force of collision is lesser എന്ന് വെച്ചാൽ, don't you think pressure exerted by real gas is lesser than pressure exerted by ideal gas at a given set of conditions? അതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഞാൻ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്രഷർ എക്സർട്ടഡ് ബൈ റിയൽ ഗ്യാസ് ഈസ് ലെസർ ദാൻ പ്രഷർ എക്സർട്ടഡ് ബൈ ഐഡിയൽ ഗ്യാസ്? ഓക്കെ, അപ്പൊ ഈ ഐഡിയൽ ഗ്യാസിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു കണ്ടെയ്നറിൽ, ഈ ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ശരിക്കും ഒരു കണ്ടെയ്നറിൽ പ്രഷർ പോയി മെഷർ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടാൻ പോകുന്ന പ്രഷർ എപ്പോഴും റിയൽ ഗ്യാസ് പ്രഷർ ആയിരിക്കും, ഒരിക്കലും ഐഡിയൽ ഗ്യാസ് പ്രഷർ അല്ല എനിക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് യു നോ ദാറ്റ് ഐഡിയൽ ഗ്യാസ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ ഗ്യാസ് പ്രഷർ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. സോ ഇറ്റ്സ് വെരി എവിഡന്റ് ദാറ്റ് ഐഡിയൽ ഗ്യാസ് പ്രഷർ പി ഐഡിയൽ, എല്ലാവരും നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് വെരി എവിഡന്റ് ദാറ്റ് പി ഐഡിയൽ is equal to P real plus something plus a value P. അതായത് എന്തോ it's very evident that P ideal, evident that P ideal is greater than P real. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. Got it? Yes or no? P ideal is greater than P real. അപ്പോൾ P ideal is equal to P real plus something. And understand that this something, ഈ P എന്നുള്ളത് is directly proportional to number of moles by volume. Yes or no, my dear students?
That is basically concentration of particles. Concentration of particles colliding. Concentration of particles colliding the walls. Concentration of particles colliding the walls. Okay, my dear students. N by V എന്ന് പറഞ്ഞാൽ the number of molecules divided by unit volume. And understand that it is again, we can write it is again proportional to another N by V. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്തുകൊണ്ട് 2 N by V? That is because it is also proportional to concentration of molecules, concentration of particles attracting. Concentration of particles attracting. ഇതൊരു experimentally found out result ആണ് my dear students. Okay. P എന്ന് പറയുന്ന term is directly proportional to the number of particles in a unit volume that is about to collide the walls of container. അതായത് ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ if I have some particles, this P is directly proportional to, ഇതിപ്പോ ഒരു യൂണിറ്റ് വോളിയം ആണെങ്കിൽ this P is directly proportional to how many particles are there in the unit volume. Also that P is directly proportional to how many particles per unit volume, or basically the particles per unit volume that is attracting this set. അതായത് it is directly proportional to the particles per unit volume that is colliding, and it is directly proportional to the particles per unit volume that is attracting it. Got it? അതായത് we can say that എല്ലാവരും നോക്കുക, P ideal, എല്ലാവരും നോക്കുക my dear students, my dear students, P ideal is equal to P real plus P. നമ്മൾ already കണ്ടു P is directly proportional to N by V, directly proportional to another N by V, or else we can say that P is directly proportional to N square by V square, or else we can say that P is equal to a constant into N square by V square, my dear students. അതായത് P ideal is equal to P real plus A N square by V square. Okay, my dear students, ഈ A എന്ന് ഉദ്ദേശിക്കുന്നത് is Wonderwall's constant. A is a constant, my dear students. A is a constant, my dear champions. In fact, അതിനെ നമ്മൾ Wonderwall's constant എന്ന് വിളിക്കുന്നു. A നെ നമ്മൾ Wonderwall's constant. A is Wonderwall's constant. Wonderwall's constant, my dear students. A is nothing but Wonderwall's constant. Got it, my dear champions? Got it, my dear students? ഇവിടെ ചെറിയൊരു Wonderwall's constant, my dear students. Wonderwall's constant. Okay. Clear or not, my dear students? Fine. And understand that ചെറിയ points നിങ്ങൾ നോട്ട് ചെയ്യണം. A depends on nature of gas. A depends on nature of gas. പിന്നെയുള്ള പോയിന്റ്, A is a measure of IMFOA. IMFOA എന്താ my dear students? Intermolecular force of attraction. അതായത് ഇപ്പം ഞാൻ പറയാം, രണ്ട് ഗ്യാസ് ഉണ്ട്, ഗ്യാസ് 1 ഉണ്ട്, ഗ്യാസ് 2 ഉണ്ട്. ഗ്യാസ് 1ന്റെ A വാല്യൂ let us say it is A1, ഗ്യാസ് 2യുടെ A2 ആണെന്ന് വിചാരിക്കുക. A1 is greater than A2 എന്ന് പറയുമ്പോൾ it means that intermolecular force of attraction of gas 1 is greater than intermolecular force of attraction of gas 2. I can say that IMFOA of 1 is greater than IMFOA of 2.
Okay, that is what A means. A എന്ന് പറയുന്നത് is a measure of intermolecular force of attraction, my dear students. And normally, logically also it makes sense. കാര്യം എന്താ? ഈ A എന്ന് പറയുന്നത് actually is a measure of the correction factor. Pressure correction. ഈ P എന്ന് പറയുന്നത് ഇവിടെ actually pressure correction ആണ്. It's actually pressure correction. അല്ലേ my dear students? Fine. Appa our pressure correction, it obviously has to depend on what? It obviously has to depend on in the intermolecular force of attraction. Intermolecular force of attraction കൂടുതലാണെങ്കിൽ എന്ത് പറ്റും? ഈ ഇടിക്കാൻ പോകുന്നത് പിന്നെയും അതിന്റെ ഫോഴ്സ് കുറയും, അല്ലെങ്കിൽ പിന്നെയും അതിന്റെ പ്രഷർ കുറയും. So intermolecular force of attraction is more, the force of collision will be less. Force of collision is less means pressure, real pressure will deviate from ideal pressure. വളരെയധികം ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ P വാല്യൂ വീണ്ടും കൂടും. Okay, logically think about it. അപ്പോൾ അതാണ്, ഇത് മറക്കരുത് my dear students, P ideal is equal to P real plus AN square by V square. ഇനി നമുക്ക് അടുത്ത കറക്ഷൻ നോക്കാം. നമ്മൾ ഇത്രയും നേരം കണ്ടത് പ്രഷറിന്റെ കറക്ഷൻ ആണ് my dear students. പ്രഷറിന്റെ കറക്ഷൻ is related to in the assumption that real gases has no intermolecular force of attraction എന്നുള്ള തെറ്റായ assumption വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കറക്ഷൻ നടത്തിയത്. സെക്കൻഡ് ആയിട്ട് വേറെ assumption ഉണ്ടായിരുന്നു, that ideal gases have, as in the volume of ideal gas molecules is negligible. ആ assumption തെറ്റാണ് my dear students. Actually നോക്കുമ്പോൾ the molecules volume cannot be neglected. അതായത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ് my dear students. ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അതില് molecules ഉണ്ടെങ്കിൽ my dear students, the actual volume available for the gas to move around, is the volume of the container minus volume of molecules, my dear students. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് excluded volume എന്ന് വിളിക്കാം my dear students. Excluded volume എന്ന് വിളിക്കാം my dear champions. ഇതിനെ നമുക്ക് excluded volume എന്ന് വിളിക്കാം my dear students. Excluded volume എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇതെന്ത് ലോജിക്കാണ് സാറേ? അതായത് നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്, ആ റൂമിൽ ഒന്നുമില്ല. ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര വോള്യം ഉണ്ട് ഓടി നടന്ന് കളിക്കാനായിട്ട്? നിങ്ങൾ പറയും, സാർ ആ റൂമിന്റെ മൊത്തം വോള്യം. ഇല്ല മക്കളെ, ആ റൂമിന്റെ മൊത്തം വോള്യം കിട്ടില്ല. ആക്ച്വലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ റൂമിന്റെ വോള്യം മൈനസ് യുവർ വോള്യം. കാര്യം നിങ്ങളുടെ വോള്യം നിങ്ങൾ ഓൾറെഡി ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള വോള്യം അല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓടി നടക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരു ഗ്യാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ the volume available for the molecules to move around is basically volume of the container minus volume of the molecules. So basically എല്ലാരും നോക്കുക my dear champions, V actual can be written as V. ഈ V container എന്നുള്ളത് V എന്ന് ഞാൻ ഇടും. Okay my dear champions, minus some correction factor V dash. ഈ correction factor എന്താണ്? ഈ correction factor is nothing but B minus NB. And this is for N moles, my dear students. This is for N moles, my dear champions. For N moles, this is the correction. അത് ഞാനൊന്ന് മാറ്റി എഴുതാം my dear students. my dear champions. എല്ലാവരും നോക്കുക. This is for N moles. My dear students. This is for N moles. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ബി എന്താണ് അതിനകത്ത്? നിങ്ങൾ പലരും പറയും, സാറേ വളരെ എളുപ്പമാണ്, ബി എന്ന് പറയുന്നത് വോള്യൂം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ആയിരിക്കും. അതുകൊണ്ടാണ് സാറേ ചെയ്തത് V actually is equal to, അവിടെ എന്താ V actually is equal to V container minus V molecules. അപ്പൊ V container is V minus N into B. N is number of moles. അപ്പൊ B should be volume of 1 mole. അങ്ങനെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ understand that B എന്ന് പറയുന്നത്, B is actually, my dear students, 4 into 4 by 3 pi r cube into NA.
4/3 pi r cube into Na എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് 1 mole ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. 4/3 pi r cube എന്ന് വെച്ചാൽ വോളിയം ഓഫ് എ സ്ഫിയർ. 4/3 pi r cube into Na എന്താണ്? വോളിയം ഓഫ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് വോളിയം ഓഫ് 1 mole ഓഫ് ഗ്യാസ്. പക്ഷെ അത് മൾട്ടിപ്ലൈഡ് ബൈ 4 കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്നുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് തൽക്കാലം ഇല്ല. ഇറ്റ് ഇസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഫോർ യുവർ സിലബസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇത് മൊത്തമാണ് എക്സ്ക്ലൂഡഡ് വോളിയം ഫോർ 1 mole. ഇത് മൊത്തമാണ് എക്സ്ക്ലൂഡഡ് വോളിയം ഫോർ 1 mole. This entire thing, my dear students, is excluded volume. This is excluded volume for 1 mole. Excluded volume for 1 mole. ഇതാണ് my dear students. Get it? അപ്പോൾ for n moles it is V minus NB. Got it, my dear champions? മനസ്സിലായോ my dear students? Got it? ഒന്നും കൂടി പറയാം my dear students. Actual volume available for gas molecules to move around is volume of the container minus volume of molecules. Yes or no? And using experiments, scientists have found out that the actual volume is equal to V minus NB. This NB is basically the correction, as in B എന്ന് പറയുന്നതാണ് അവിടെ correction factor ആയിട്ട് വരുന്നത് n moles ന്. Okay, so minus NB. ഈ B എന്താണ്? 4 into 4/3 pi r cube into Na. That is excluded for volume for 1 mole. 4/3 pi r cube into Na എന്താണ്? Volume of 1 mole of particles. So 4 into 4/3 pi r cube into Na എന്തുകൊണ്ടാണ് വന്നത്? അത് നിങ്ങൾക്ക് തൽക്കാലം അതിന്റെ ഡെറിവേഷൻ ഇല്ല. Just understand that is basically the excluded volume for 1 mole. This is the excluded volume for 1 mole, my dear students. ഇതിനെ നമുക്ക് ഇതും Wonderwall's constant ആണ് my dear champions. ഇതും Wonderwall's constant ആണ് my dear champions. ഇതും Wonderwall's constant ആണ് my dear students. This is also Wonderwall's constant. Okay, my dear champions. Get it? അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഈ പ്രഷറിന്റെയും വോളിയത്തിന്റെയും കളികൾ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് we can actually get into a new equation which is called as Wonderwall's equation. ഈ PV equal to nRT എന്നുള്ളത് മാറ്റി പിടിക്കാം മക്കളെ നമുക്ക്. Let's get into P plus AN square by V square into V minus NB is equal to nRT. Okay, my dear champions, where A and B are Wonderwall's constants. Wonderwall's constant, and this equation is called as Wonderwall's equation. Understand that A is a measure of ഞാൻ ഓൾറെഡി പറഞ്ഞു. A is a measure of IMFOA, intermolecular force of attraction. B is a measure of size of gas particle, my dear students. Got it? Obviously B is a measure of size of gas particle. Alla, my dear students, B is a measure of size of gas particle. Got it, my dear champions? Purida. So this is the very very important Wonderwall's equation. Adu engane derive idu ennullathu njan kaanichu thannu, my dear champions. That's also extremely important. Ini ivane vechittu ellarum note cheya, my dear students. A endana B endana ennulla manasilaaki. Ini A യുടെ യൂണിറ്റ് എന്തായിരിക്കും? A യുടെ യൂണിറ്റ് എന്തായിരിക്കും my dear students? നോക്ക്, pressure plus term. അപ്പോൾ this entire term should also have a പ്രഷറിന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രഷറിന്റെ ഡയമെൻഷൻ തന്നെ വേണ്ടി വരില്ല അതിന്. You are adding pressure plus this. So this should have the same dimension as pressure itself, an square by v square. അപ്പോൾ A യുടെ ഡയമെൻഷൻ എന്താണ് my dear students? A യുടെ ഡയമെൻഷൻ വന്ന atm ലിറ്റർ സ്ക്വയർ ബൈ മോൾ സ്ക്വയർ ആണ്. കാര്യം എന്താ? എല്ലാവരും നോക്കുക, A into n square by v square should have atm as dimension. അപ്പോൾ A യുടെ ഇതെന്തായിരിക്കണം? atm ലിറ്റർ സ്ക്വയർ
by mole square. Liter square will get cancelled with this liter square. N square, as in n square unit and mole square. Other will get cancelled with this mole square. Okay, my dear students. Fine. ഇനി അടുത്തത് ബിയുടെ എന്തായിരിക്കും യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ബി ഈസ് ലിറ്റർ മോൾ റേസ് ടു -1. കാര്യം എന്താ? നമുക്കറിയാം വി മൈനസ് എൻ ബി. ഈ വി മൈനസ് എൻ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് വോള്യൂം തന്നെ ആയിരിക്കണം. ബി എന്ന് പറയുന്നത് as in this NB should be volume. NB എന്ന് പറയുന്നത് വോള്യത്തിന്റെ യൂണിറ്റ് ആയിരിക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. സോ NB should be equal to liter. If NB has to be liter, B has to be liter mole raised to -1. അല്ലേ? എന്നാലല്ലേ ആ മോൾ റേസ് ടു -1ഉം ഈ മോളും ക്യാൻസൽ ആയി പോവുള്ളൂ. ന്റെ യൂണിറ്റ് എന്താ? മോള്. Yes or no, my dear champions? Got it, my dear students? അപ്പൊ മറക്കരുത്, യൂണിറ്റ്സും മറക്കരുത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. Got it? Okay, my dear champions. വളരെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. വളരെ വളരെ അധികം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A gas at 350 Kelvin and 15 bar has molar volume of 20%. Molar volume എന്ന് വെച്ചാൽ volume of 1 mole. 20% smaller than that of an ideal gas under the same conditions. ഇവിടെ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടി. The correct option about the gas and its compressibility factor. The correct option about the gas and its compressibility factor. It is very evident that വളരെയധികം എവിഡന്റ് ആണ് എന്ത്? V real is lesser than V ideal എന്നുള്ളത്. 20% smaller എന്നാണ്. When is this possible? This is possible only when Z is lesser than 1. And Z is lesser than 1 means attractive forces dominate. That means D is the answer, my dear students. Easy peasy lemon squeezy. വളരെ easy ആണ് my dear students. വളരെ direct ആണ് question. Let's get into the next one. The compressibility of a gas is greater than unity at 1 atm and 273. Therefore, 1 atm and 273 എന്ന് പറഞ്ഞാൽ basically STP conditions ആണ് my dear students. We know that ideal gas volume for 1 mole എന്താണ്? ഈ ഒരു ടെമ്പറേച്ചറിലും പ്രഷറിലും ഐഡിയൽ ഗ്യാസ് വോള്യൂം എന്തായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? It will be 22.4. It will be 22.4 liters. അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? It will be 22.4. Ideal gas volume at STP എത്രയാണ്? 22.4 ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. At STP ideal gas volume എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? 22.4 ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. So basically real gas volume compressibility of a gas is greater എന്നാണ് പറയുന്നത്. It's greater. Compressibility of a gas, അതായത് Z value is greater than 1. That means repulsive forces are dominating. Yes or no? That means real gas volume is greater than ideal gas volume. Real gas volume is greater than ideal gas volume. അല്ലേ? അതായത് ideal gas volume എത്ര? 22.4 for 1 mole. അപ്പോൾ this will be the answer. A will be the answer. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. Let's get into the next one. If density of steam at 27 degrees Celsius and 8.314 into 10 power 4 Pascal is 0.8 kilograms meter raised to -3, what is the value of compressibility factor of steam at given condition? What is the value of compressibility factor of steam at given condition? Compressibility factor in the equation endana my dear students? It's basically PV real by nRT. അല്ലേ? നമുക്കറിയാം compressibility factor is equal to P into V real by nRT, my dear champions. Yes or no, my dear students? Perfect or not? ഇതിനെ നമുക്ക് pressure into V real yes or no divided by n എന്നുള്ളത് given mass by molar mass എന്ന് എടുക്കാം my dear students into R into T എന്ന് എടുക്കാം. Yes or no? ഇനി ഈ മോളാർ മാസ് ഞാൻ മേളിലേക്ക് ചാമ്പി. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് ചെയ്യാൻ നോക്കൂട്ടോ മക്കളെ. സ്വന്തം ചെയ്യാൻ നോക്കണം ആദ്യം. ഇതിനെ മേളിലേക്ക് എടുത്താൽ യു വിൽ ഗെറ്റ് പ്രഷർ ഇൻടു മാസ് ഡിവൈഡഡ് ബൈ, ഇനി വി റിയൽ ഞാൻ താഴത്തേക്ക് എടുത്തു. ഈ വി റിയൽ മേളിലേക്ക് എടുക്കണതിന് പകരം, മേളിൽ കിടക്കണതിന് പകരം ഈ വീനെ ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് എടുത്തു എന്ന് വരിക. Yes or no, my dear students? Into R into T, my dear students. That equation can be written as P into M by DRT.
by DRT, my dear students. കാര്യം എന്താ? Weight divided by volume is what? Density, my dear champions. ഇനി എന്താണ്? പ്രഷറിന്റെ വാല്യൂ എന്താണ്? പ്രഷറിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ടോ? 8.314 ശരി. 8.314 into 10 power 4. Got it? Molar mass എന്താണ്? Molar mass എന്താണ്? 18 അല്ലേ? വെള്ളമല്ലേ മക്കളെ? H2O അല്ലേ? So it will be 18. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡെൻസിറ്റി കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. കിലോഗ്രാം പ്ലസ് മീറ്റർ ക്യൂബ് ആണ്. So basically molar mass is 18 into 10 power minus 3 എന്ന് എടുക്കണം, my dear champions. Density തന്നിട്ട് 0.8 into kilogram. D is equal to 0.8. Yes or no, my dear champions? R എത്രയാണ്? R value is 8.314. കാരണം SI യൂണിറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ is 300, my dear students. കഴിഞ്ഞില്ല. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എത്രയാ നോക്കുക, my dear students. ഇതിന്റെ കാൽക്കുലേഷൻ എത്രയാ നോക്കുക, my dear champions. I think it will come out to be എത്രയാണ്, my dear students? എത്രയാണ് ആൻസർ എന്ന് നോക്കട്ടെ. 0.75 ആൻസർ കിട്ടും. ഓക്കെ, ബേസിക്കലി ഇത് സെയിം ഇത് തന്നെയാണ് ചെയ്തേക്കുന്നത്. പ്രഷർ 8.314 into 10 power 4. Molar mass is 18 into 10 power minus 3. Density is equal to 0.8. R is equal to 8.314. T is equal to temperature. Calculate ചെയ്യുമ്പോൾ 0.75 കിട്ടും. കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, മൈ ഡിയർ സ്റ്റുഡൻസ്. എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഡിയർ സ്റ്റുഡൻസ് എല്ലാവരും നോക്കുക. The Wonderwall constant B of a gas is 4 pi into 10 power minus 4 liter per mole. How near can the centers of the two molecules approach each other? ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എവിടെയും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ നിയർ ക്യാൻ ദ സെന്റേഴ്സ് ഓഫ് ദ ടു മോളിക്യൂൾസ് അപ്രോച്ച് ഈച്ച് അതർ? ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ടു മോളിക്യൂൾസിന്റെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? അവര് ബേസിക്കലി കൂട്ടിമുട്ടുന്ന അതായിരിക്കും അവരുടെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ്. സോ ബേസിക്കലി ദേ ആർ ആസ്കിങ് ദിസ് ഡിസ്റ്റൻസ്, ദിസ് പ്ലസ് ദിസ് ഡിസ്റ്റൻസ്, മൈ ഡിയർ സ്റ്റുഡൻസ്. അത് എത്രയാണ്? 2r ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി മൊത്തം തീർന്നു. ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി മൊത്തം തീർന്നു. ആറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണത്? യു നോ ദാറ്റ് B is equal to 4 into 4/3 pi r cube into Na, my dear champions. 4 into 4/3 pi r cube into Na, my dear students. B യുടെ വാല്യൂ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, Na യുടെ വാല്യൂ തന്നിട്ടുണ്ട്, മൈ ഡിയർ സ്റ്റുഡൻസ്. യു ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, മൈ ഡിയർ സ്റ്റുഡൻസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂണിറ്റ്സ് ശ്രദ്ധിക്കണം, മൈ ഡിയർ സ്റ്റുഡൻസ്. അവിടെ ലിറ്റർ പെർ മോൾ ആണ് തന്നിക്കുന്നത്. ഓക്കെ, ആറിന്റെ വാല്യൂ നമുക്ക് എന്തിലാണ് വേണ്ടത്? ആറിന്റെ വാല്യൂ നമുക്ക് ഇപ്പൊ സെന്റിമീറ്ററിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലിറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ക്യൂബായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട, മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ലിറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ക്യൂബായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് ബൈ 1000, ബിക്കോസ് 1 liter is equal to 1000 milliliter. That is 1000 centimeter cube, my dear students. അപ്പൊ ഇത്രയും 4 pi into 10 power minus 4 ലിറ്റർ പെർ മോൾ എന്നുള്ളത് സെന്റിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ കാൽക്കുലേഷൻസ് കാണിച്ചിട്ടുണ്ട്, മൈ ഡിയർ സ്റ്റുഡൻസ്. B is equal to 4 into 4/3 pi r cube into Na. അല്ലെ, B എന്താണ്? 4 pi into 10 power minus 4 multiplied by 1000. എന്തുകൊണ്ടാ? We want to convert that into centimeter cube. That is equal to 4 into 4/3 pi r cube into Avogadro number. മാത്സ് ഡിവിഷൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. So R is equal to 5 into 10 power minus 9. Distance of closest approach എത്രയാ? 2 times R. അപ്പൊ 2 into this value. 2 into 5 into 10 power minus 9, my dear students. That is 10 into 10 power minus 9, my dear champions. That is 10 power minus 8, my dear students. 10 power minus 8 centimeter എന്ന് കിട്ടും. 10 power minus 8 centimeter എന്ന് വെച്ചാൽ 10 power minus 10 meter. അല്ലേ? Because 1 meter is 100 centimeter, my dear students. That is 10 power minus 10 meter. So basically the answer is B, my dear champions. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായിരുന്നു അവസാനത്തെ പായസം. So make sure that you go through the content again, my dear champions. It's extremely important. Okay, അപ്പൊ ഇന്നത്തെ പഠനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ഇത് താഴെ കമന്റ് ചെയ്യാം, മൈ ഡിയർ സ്റ്റുഡൻസ്. കൈവക്കിയിട്ട് കാര്യമില്ല, ഞാൻ ആരും കാണാൻ പോകില്ല. ദയവ് ഇത് താഴെ കമന്റ് ചെയ്യാം, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. പിന്നെ എന്താണ്, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കാര്യം കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ ക്വിസസും എല്ലാം ടെലിഗ്രാം ചാനലിൽ. പിന്നെ കണ്ടന്റും ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ പഠിപ്പിക്കുന്ന കണ്ടന്റ്സ് എല്ലാം ഇനി അതിലേക്കും വന്നു തുടങ്ങും, മൈ ഡിയർ സ്റ്റുഡൻസ്. സോ പ്ലീസ് ജോയിൻ ദ ടെലിഗ്രാം ചാനൽ, മൈ ഡിയർ ചാമ്പ്യൻസ്. ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ദാറ്റ്സ് ഇറ്റ്, മൈ ഡിയർ സൂപ്പർ ഡൂപ്പർ ചാമ്പ്യൻസ്. എല്ലാവർക്കും
ഒരു വലിയ സുലാൻ. ഓക്കെ.